വിനോദ് ഗത്തൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഫോണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ഒരു അപകടത്തെക്കുറിച്ചും എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഡൗട്ടുകൾ കമൻറ്റായി എഴുതി ചോദിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. 2 ദിവസം മുൻപ് എൻ്റെ ഫോണിലേക്ക് ഗൂഗിൾ മീറ്റ് വഴി യാദൃശ്ചികമായിട്ടൊരു കോൾ വന്നു. ഞാൻ നോർമലി ഫോൺ എടുത്ത് പക്ഷേ ഓണാക്കുന്നതിന് മുമ്പേ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കോള് ഓണായിപ്പോയി. കാരണം എൻ്റെ ഫോണിൽ ഫേസ് ലോക്ക് ഉള്ള കാരണം കൊണ്ട് എൻ്റെ ഫേസിന് നേരെ പിടിച്ച കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായതും വീഡിയോ കോളാണ് ഓണായത്. വീഡിയോ കോൾ ആയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചത് ആരത് എന്താ പിടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ എന്നോട് ആദ്യം പറഞ്ഞ സുഹൃത്ത, അതായത് പോലീസുകാരനാണ്. ഒരു തൊപ്പിയൊക്കെ വെച്ച് ആൾ ഇരുന്ന് നല്ല സ്റ്റാറൊക്കെ തോളിലൊക്കെ ഒരുപാട് സ്റ്റാറൊക്കെ ഉള്ള ഒരു പോലീസുകാരൻ. ഞാൻ പോലീസുകാരനാണ്, നിങ്ങൾ ബാങ്ക് ATM കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ടോ ചോദിച്ചെൻ്റെ അടുത്ത്. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എന്തപ്പോൾ സംഭവം, സുഹൃത്താണല്ലോ വിളിച്ചത്, അതായത് പോലീസുകാരനാണല്ലോ വിളിച്ചത്, എന്തായിരിക്കാം എന്ന് വിചാരിച്ചാൽ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ആ ബാങ്ക് നിങ്ങളുടെ ATM കാർഡ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ATMൻ്റെ നമ്പർ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും എൻ്റെ അടുത്ത് ATMൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സംസാരിക്കാൻ ആൾ അറബിയിലും ആ പോലീസുകാരൻ അറബിയും ഇംഗ്ലീഷും കൂടി മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ അറിയാത്ത പോലെ പരിചയമില്ലാത്ത ഒരാളല്ലേ, ഇപ്പോൾ സുഹൃത്തൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ATM അത് കളഞ്ഞു പോയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല കളഞ്ഞു കിട്ടിയ നമ്പർ പറഞ്ഞുകൊണ്ടായിരുന്നു. ഞാൻ സുഹൃത്തെ വീണ്ടും പോലീസാണ് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ കോള് കട്ടാക്കി. അപ്പോൾ എനിക്കെന്തോ ഒരു പന്തികേട് തോന്നിയ കാരണം കൊണ്ടാണ് ഞാൻ ആ കോള് കട്ടാക്കിയത്. അവരെ കറക്റ്റ് സെയിം നമ്മുടെ ഇവിടെ ഈ രാജ്യത്തിലുള്ള, അത് പേര് പറയാൻ പറ്റില്ല, ഈ രാജ്യത്തിലുള്ള അതേ യൂണിഫോമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതേ സ്റ്റാറുകളും തൊപ്പിയും എല്ലാം കറക്റ്റാണ്. ആരാന്നൊരു പിടുത്തില്ല, ക്ലീൻ ഷേവൊക്കെ ചെയ്ത് നല്ല ഒരു സുന്ദരക്കുട്ടപ്പനായ ഒരു പോലീസുകാരെന്ന് പറയാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ട് വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും വിളിച്ചു. അങ്ങനെ 3-4 തവണ എനിക്ക് വീണ്ടും ഗൂഗിൾ മീറ്റിൽ വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആ ഗൂഗിൾ മീറ്റിൽ എനിക്ക് വന്ന കോളിൻ്റെ ഒരു ഐഡിയയിൽ കാണിക്കുന്നുണ്ട്. ഐഡിയ എനിക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റില്ല, അതിൽ കോപ്പിറൈറ്റിന് പ്രശ്നം വരും, അതുകൊണ്ട് ഞാൻ ഒരു ബ്ലർ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അപകടങ്ങൾ നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നിപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ ഈ ഗൂഗിൾ മീറ്റ് ഏറ്റവും കൂടുതൽ ഒരുവിധം ഫോണുകളിലൊക്കെ കസ്റ്റമൈസ്ഡായിട്ട് ഈ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടി വഴി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഗൂഗിൾ മീറ്റ് ഒരുവിധം നമ്മൾ ആളുകൾ ഉപയോഗിച്ചിരുന്നത് ഈ കൊറോണ സമയത്തും അല്ലെങ്കിൽ പല മീറ്റിങ്ങുകളും കമ്പനികളുടെ ഗ്രൂപ്പായിട്ടുള്ള മീറ്റിങ്ങിനോ എന്തിനേലൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അല്ലാതെ അല്ലെങ്കിൽ ഈ പിള്ളേരിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഗൂഗിൾ മീറ്റ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കും. അങ്ങനെയൊക്കെ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശരി, നമ്മളെ ഫോണിൻ്റെ ബാറ്ററി ഡ്രെയിൻ കൂടുതലായിട്ട്, അതായത് പെട്ടെന്ന് ചാർജ് തീർന്നു പോകാനും കൂടിയുള്ളൊരു അവസ്ഥ ഉള്ള കാരണം കൊണ്ട് ഞാൻ ഗൂഗിൾ മീറ്റ് അങ്ങനെ ഉപയോഗിക്കാറില്ല, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത്രേ ഉണ്ടായുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫോണിലും ഇതേപോലെ ഗൂഗിൾ മീറ്റ് വെറുതെ ആവശ്യമില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക. അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല, അത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പ് ആണെങ്കിൽ, ഫോണിൽ ഇൻബിൽറ്റ് ആയിട്ട് വന്നൊരു ആപ്പ് ആണെങ്കിൽ നിങ്ങൾ അതിനെ പ്രസ് ചെയ്തിട്ട് നിങ്ങൾ അതിന് ഫോഴ്സ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ക്ലിയർ ക്യാച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തിടുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫോണിലേക്കോ നിങ്ങൾ റിലേറ്റീവ്സിൻ്റെ ഫോണിലേക്കോ ഒക്കെ ചിലപ്പോൾ ഈ കോളുകൾ വന്നേക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും സ്കാമായ ആൾക്കാരിൽ നിന്ന് നമ്മൾ സേഫായിട്ട് നമ്മളെ ഫോണ് എപ്പോഴും വയ്ക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഗൂഗിളിൽ എന്തൊക്കെ ലോക്ക് ഇട്ടോ, പല വീഡിയോസിലും ആ ലോക്ക് ഇടണം ഈ ലോക്ക് ഇടണം, ഗൂഗിൾ വഴി നമ്മൾ ഫോണിൽ കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പല വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഫോണിൽ എൻ്റെ ചാനലുള്ള കാരണം കൊണ്ട് എല്ലാ ലോക്ക് ഇട്ട് വെച്ചിട്ടുള്ളതാണ്. എന്നിട്ടും ഇങ്ങനെയുള്ള സ്കാമേഴ്സ് ഇതിലേക്ക് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെത്രയും ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഫോണ് സേഫാക്കി വയ്ക്കുക, നമ്മളെ മണി സെക്യൂറായിട്ട് വയ്ക്കുക. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇങ്ങനെയുള്ള അറിയാത്ത, അതായത് അൺനോൺ നമ്പേഴ്സിൽ നിന്ന് നമുക്ക് കോളുകൾ വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റെന്നോ ടെലിഗ്രാമെന്നോ അല്ലെങ്കിൽ വാട്സപ്പെന്നോ ഒക്കെ ഒരുപാട് സ്കാം കോളുകളും മെസ്സേജുകളും ഇതൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇതിലൊക്കെ പെടുന്നുണ്ട്, ഒരുപാട് ആളുകളുടെ പൈസ പോകുന്നുണ്ട്.
പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതെല്ലാം ഓൺലൈൻ വഴിയായ കാരണം കൊണ്ട് സെക്യൂർ ആക്കി വെക്കുക എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ അറിയാതെ ആണെങ്കിലും ശരി, ഇങ്ങനെ കോൾ വന്നപ്പോൾ എൻ്റെ ഫേസ് ഡിറ്റക്ഷൻ ചെയ്ത കാരണം കൊണ്ടാണ് ആ കോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായത്. ഓണായപ്പോൾ തന്നെ ഞാനത് പെട്ടെന്ന് എൻ്റെ മുഖത്തുനിന്ന് ആ മൊബൈൽ ഞാൻ മാറ്റുകയും ആ ഒരു സെക്കൻഡ് നേരം കൊണ്ടാണ് ഞാൻ അയാളെ കണ്ടത്. ഇങ്ങനെയുള്ള യൂണിഫോമും, ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള യൂണിഫോമും തൊപ്പിയും എല്ലാം വെച്ച ഒരാളെ ഇരുന്നിട്ടാണ് അങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നത്. പെട്ടെന്ന് ആ ഒരൊറ്റ സെക്കൻഡിനുള്ളിൽ കണ്ട ഒരു സംഭവമാണ് ഞാൻ ഫോൺ ഉടനടി എൻ്റെ ഫേസിൽ നിന്ന് മാറ്റി പിടിക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള അറിയാത്ത ഫോണിൽ നിന്ന് കോൾ വന്നു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനിൽ കോൾ വന്നാൽ തന്നെ ഒരിക്കലും നിങ്ങളുടെ ഫേസിനോട് ചേർത്ത് പിടിക്കാതിരിക്കുക. എവിടെയെങ്കിലും മാറി പിടിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ കുത്തി പിടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുക. അത് ഏറ്റവും സേഫായൊരു വഴിയാണ്. നമുക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാം. എനിക്കത് ഫേക്കാന്ന് തോന്നിയ ഉടൻ തന്നെയാണ് ഞാൻ വീണ്ടും കട്ടാക്കിയത്. ഒരു വീഡിയോ ആയിട്ട് ഇൻഫർമേഷനായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പ് വന്നത്. അപ്പോൾ അടുത്ത ഇൻഫർമേഷൻസ് വീഡിയോ ആയി കാണും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് ഗത്തേൽ.